ദിനമേ ഏട്ടൻ വരുന്ന ദിനമേ ഏട്ടൻ വരുന്ന ദിനമേ. ഇപ്പോൾ കേട്ടത് മലയാള സിനിമയിലെ ആദ്യത്തെ ഗായിക ശബ്ദമാണ്. ബിമല വർമ്മയാണ് ഈ ഗാനം പാടിയത്. 1948 ഇറങ്ങിയ നിർമ്മല എന്ന സിനിമയിലേത്. 7 പതിറ്റാണ്ട് കഴിഞ്ഞ മലയാള സിനിമാ പാട്ടുകളെ കുറിച്ചുള്ളതാണ് ഈ പ്രോഗ്രാം. മലയാളത്തിന്റെ ഈണങ്ങൾ കൊണ്ടുവന്നത് രാഘവൻ മാസ്റ്ററാണ്. പിന്നീടുള്ള 30 വർഷത്തെ സംഗീതത്തിന്റെ അടിസ്ഥാനവും ഇതുതന്നെയായിരുന്നു. എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. ഞാനൊന്നു തൊട്ടപ്പോ കരിമ്പിന്റെ തുണ്ടാണു കണ്ടതയ്യ, ചക്കരത്തുണ്ടാണ് കണ്ടതയ്യ. നാടാകെ ചൊല്ലണ് നാട്ടാരും ചൊല്ലണ് കാടാണ് കരളിലെന്ന്, കൊടുങ്കാടാണ് കൊടുങ്കാടാണ് കരളിലെന്ന്. കുയിലിനെ തേടി കുയിലിനെ തേടി ഒതിച്ചു പായും വാനം, പട്ടുകുപ്പായക്കാരൻ പട്ടുകുപ്പായക്കാരൻ നിന്നോട് ഞാനൊരു കിന്നാരം ചോദിക്കാം, ഒരു കിന്നാരം ചോദിക്കാം. തങ്കനിലാവത്ത് താലി കെട്ടിയ താമരവള്ളിക്ക് തുള്ളാട്ടം, ചെന്താമരവള്ളിക്ക് തുള്ളാട്ടം. മിന്നും കൊണ്ടും മാറത്ത് കെട്ടിയ കുഞ്ഞോളത്തിനു ചാഞ്ചാട്ടം, ഈ കുഞ്ഞോളത്തിനു ചാഞ്ചാട്ടം. ബ്രദർ ലക്ഷ്മണൻ, ദേവരാജൻ മാസ്റ്റർ, ബാബുരാജ്, രാഘവൻ, ദക്ഷിണാമൂർത്തി എന്നിവർക്കൊപ്പം വയലാറും ഭാസ്കരൻ മാഷും ONVയും ചേർന്നപ്പോൾ കേരളത്തിലുടനീളമുള്ള നാടൻ ശീലുകൾ സിനിമാ പാട്ടുകളിൽ ഇടം നേടി. കടവത്ത് തോണിയടുത്തപ്പോൾ പെണ്ണിന്റെ കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം, കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം. ഇന്ന് കടവത്ത് തോണിയടുത്തപ്പോൾ പെണ്ണിന്റെ കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം, കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം. കാലൊച്ച മുറ്റത്ത് കേട്ടപ്പോൾ ഒരുവൾക്ക് കനകക്കീനാവിന്റെ കളിയാട്ടം. ഇന്ന് കാലൊച്ച മുറ്റത്ത് കേട്ടപ്പോൾ ഒരുവൾക്ക് കനകക്കീനാവിന്റെ കളിയാട്ടം, കനകക്കീനാവിന്റെ കളിയാട്ടം. ഇന്ന് കടവത്ത് തോണിയെടുത്തപ്പോൾ പെണ്ണിന്റെ കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ,
ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ മാറിൽ കളപക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ. വിരഹത്തിൻ ചൂടുണ്ടോ വിയപ്പുണ്ടോ നിന്നെ വീശുവന്നിടക്കാറ്റിൻ വിശറിയുണ്ടോ. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ മാറിൽ കളപക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ. വിരഹത്തിൻ ചൂടുണ്ടോ വിയപ്പുണ്ടോ നിന്നെ വീശുവന്നിടക്കാറ്റിൻ വിശറിയുണ്ടോ. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ. ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവീഥികളിൽ എന്നും നീ വന്നു. ഒരു നിമിഷം ഒരു നിമിഷം വീണ്ടും നമ്മളായി. ഏതോ ജന്മകൽപ്പനയിൽ ഏതോ
50കൾ മുതൽ ഇന്ന് വരെയുള്ള സിനിമാ സംഗീതത്തിൽ വളരെ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആസ്വാദകരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഓരോ കാലഘട്ടത്തിലും സിനിമയ്ക്ക് സംഗീതം ഉണ്ടാവുന്നത്. എങ്കിലും അന്നും ഇന്നും മലയാളിക്ക് ഏറെ പ്രിയപ്പെട്ടത് തന്നെയാണ് മെലഡി എന്ന് പറഞ്ഞുകൊണ്ട്, എന്നോർമ്മിപ്പിച്ചുകൊണ്ട് അടുത്ത പ്രോഗ്രാമിലൂടെ വീണ്ടും കാണാം. എക്വിനാസ് കോളേജിലെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.